അവളുടെ മാനത്തിന് 5 ലക്ഷം രൂപയാണോ വില? ഇതെന്ത് രാജ്യമാണ്? നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം രൂപയാണോ വിലയെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. ഇതെന്ത് രാജ്യമാണെന്ന് തോന്നിപ്പോകുന്നു. നിയമത്തിന് മുന്നിൽ ഇത് ചെയ്തവരെല്ലാവരും നിഷ്കളങ്കരും അവൾ വലിയ കുറ്റക്കാരിയുമെന്ന പോലെയാണെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. കുട്ടികളോട് കുറുമ്പ് കാണിക്കരുതെന്ന് പറഞ്ഞ് ശാസിക്കുന്നത് പോലെയാണ് വിധി കേട്ടിട്ട് തോന്നുന്നതെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം വീട്ടിലിരുന്നോളൂ, കുറ്റക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ ലഭിക്കൂ എന്ന തെറ്റായ സന്ദേശമാണ് വിധി നൽകുന്നത്. ശിക്ഷാവിധിയിൽ പൂർണ്ണ നിരാശയാണെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ച വിചാരണ കോടതി ഉത്തരവ് പ്രകാരം ആദ്യം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുക 1-ാം പ്രതി പൾസർ സുനി. വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകുമെന്ന വിധിയിലെ പരാമർശമാണ് പ്രതികളുടെ ശിക്ഷാ കാലാവധി നിശ്ചയിക്കുന്നത്. 8 വർഷം മുമ്പ് നടന്ന കുറ്റകൃത്യത്തിൽ ഇതിനോടകം 7 വർഷവും 6 മാസവും 29 ദിവസവും ജയിലിൽ കഴിഞ്ഞ പൾസർ സുനിക്ക് ഇനി 12 വർഷവും 5 മാസവും തടവിൽ കഴിഞ്ഞാൽ മതിയാകും. കേസിലെ 6-ാം പ്രതിയായ വടിവാൾ സലീം എന്ന H സലീമാണ് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. 1 വർഷവും 11 മാസവും 28 ദിവസവുമാണ് വിചാരണ കാലയളവിൽ പ്രതി ജയിലിൽ കഴിഞ്ഞത്. 18 വർഷവും 1 മാസവുമാണ് ഇപ്പോഴത്തെ വിധി അനുസരിച്ച് സലീം തടവിൽ കഴിയേണ്ടി വരിക. 5 വർഷവും 21 ദിവസവും ജയിലിൽ കഴിഞ്ഞിട്ടുള്ള 2-ാം പ്രതി മാർട്ടിൻ ആന്റണി 14 വർഷവും 11 മാസവുമാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. 3-ാം പ്രതി PV വിജീഷ് 14 വർഷവും 10 മാസവും തടവ് അനുഭവിക്കണം. 4-ാം പ്രതി B മണികണ്ഠൻ 14 വർഷവും 1 മാസവും 5-ാം പ്രതി പ്രദീപ് കുമാർ 16 വർഷവും 6 മാസവും ജയിലിൽ കഴിയേണ്ടി വരും. പ്രതികൾ 50,000 രൂപ വീതം പിഴയും കൊടുക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി ജയിൽവാസം അനുഭവിക്കണം. 1-ാം പ്രതി പൾസർ സുനി 5 ലക്ഷം രൂപ പിഴ കൊടുക്കണം. അതിജീവതയ്ക്ക് 5 ലക്ഷം നൽകണം. അതിജീവതയുടെ മോതിരവും തിരികെ നൽകണമെന്ന് കോടതി പറഞ്ഞു. പ്രതികളുടെ പ്രായം, കുടുംബ പശ്ചാത്തലം എന്നിവ പരിഗണിച്ചാണ് ശിക്ഷ വിധിച്ചതെന്ന് ജഡ്ജി ഹണിയം വർഗീസ് അറിയിച്ചിരുന്നു.